പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രമും കൂട്ടുകാരും വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിന് മുതലാളി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മുതലാളി വന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോ തന്നെ എന്റെ വാടക കാശ് കിട്ടണമെന്ന് പറയും. എനിക്ക് അത്രമാത്രം അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുന്ന സമയത്തിന് വിക്രം ചോദിക്കുന്നത് സാധാരണ അങ്ങനെയല്ലല്ലോ, വാടക കാശ് അങ്ങോട്ടേക്ക് കൊണ്ടുവരുമായിരുന്നല്ലോ എന്ന് പറയും. അന്നേരം മുതലാളി പറഞ്ഞിട്ട് എനിക്ക് പൈസ അത്രമാത്രം അത്യാവശ്യമായതുകൊണ്ടാണ് എന്റെ മകൾ ഇപ്പൊ ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കാണ്. അന്നേരം വർക്ക്ഷോപ്പിലെ കൂട്ടുകാരെ ചോദിക്കുന്നത് നിങ്ങളുടെ മകൾക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുന്ന സമയത്തിന് വർക്ക്ഷോപ്പിലെ മുതലാളി പറയുന്നത് എന്റെ മകൾ ഇപ്പൊ സിറ്റി ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കാണ്, എനിക്കതൊരിക്കലും സഹിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞ് അയാൾ ഭയങ്കര വിഷമത്തോടെ അവിടെ നിന്നങ്ങ് പോവാണ്. ആ സമയത്തിന് വിക്രമിനും അത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമായിരിക്കും. എന്നാലും എന്തായിരിക്കും അയാളുടെ മകൾക്ക് പറ്റിയതെന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് വിക്രം. ഇതേ സമയത്തിന് വിക്രത്തിനെ ശ്രീനിവാസൻ സാർ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്റെ വർക്ക്ഷോപ്പിലെ മുതലാളിയുടെ മകൾക്ക് എന്താണ് പറ്റിയതെന്ന് എനിക്കറിയോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയും എന്താണ് പറ്റിയതെന്നൊന്നും അറിയില്ല, അയാളുടെ മകൾക്ക് ഒട്ടും വയ്യാതെ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞു എന്ന് പറയും. എന്താണ് കാരണമെന്ന് ചോദിച്ചിട്ടും അയാളൊന്നും തുറന്നു പറയുന്നില്ല, അയാൾ ഒരേ കരച്ചിലായിരുന്നു എന്നൊക്കെ പറയാട്ടോ. അന്നേരം ശ്രീനിവാസൻ സാറ് പറഞ്ഞിട്ട് അയാളുടെ മകളുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണ്. അയാളുടെ മകളുടെ ഈ ഒരു അവസ്ഥക്ക് കാരണം എന്റെ കൂടെ ആദ്യം മത്സരിച്ചിരുന്ന MLA മകനാണെന്നൊക്കെ പറയും. അവനൊരു വൃത്തികെട്ടവനാണ്, അവന്റെ അച്ഛന്റെ ബലം കൊണ്ടാണ് അവൻ ഇങ്ങനെ ഓരോ വൃത്തികേടുകളൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ആ കൊച്ചു പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥക്ക് കാരണം അയാളുടെ മകളാണെന്നാ എനിക്കറിയാൻ സാധിച്ചത്. അവനാണെങ്കിൽ എല്ലാവിധ പെണ്ണുപിടി കേസിലും മയക്കുമരുന്ന് കേസിലും അങ്ങനെ എല്ലാവിധ കള്ളക്കടത്ത് കേസിലും എന്തൊക്കെ കേസുണ്ടോ അതിലൊക്കെ അവനുണ്ട്. അവനൊരു പെണ്ണിനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ അങ്ങ് നടത്തിയെടുക്കും. നാട്ടുകാർക്കെല്ലാം തന്നെ അവനെ ഭയങ്കര പേടിയാണ്. അങ്ങനെ അവൻ ആ പെൺകുട്ടിയെ വളരെ മൃഗീയമായി പീഡിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് ആ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിനങ്ങ് വല്ലാതാവും. ഏതായാലും ഞാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോവട്ടെ എന്നൊക്കെ പറഞ്ഞ് വിക്രം ഏതായാലും കൂട്ടുകാരെ കൂട്ടിക്കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ആ ഒരു വർക്ക്ഷോപ്പിലെ മുതലാളിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മകൾക്ക് എന്താ പറ്റിയത്. ഇതിനെല്ലാത്തിനും കാരണം MLA മകനാണെന്ന ശ്രീനിവാസൻ സാറിനോട് പറഞ്ഞത്. അന്നേരം അയാൾ പറയുന്നുണ്ട് അതേ വിക്രം, ആ ദുഷ്ടൻ തന്നെയാണ് എന്റെ മകളുടെ ഈ ഒരു അവസ്ഥക്ക് കാരണം. നിനക്ക് കാണണോ ഇപ്പോഴത്തെ എന്റെ മകളുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അയാൾ ഏതായാലും വിക്രമിനെ കൂട്ടിക്കൊണ്ട് തന്റെ മകളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. വിക്രം ചെന്ന് നോക്കുന്ന സമയത്തിന് ആ കുഞ്ഞിന്റെ ദേഹത്താകെ മുറിവായിരിക്കും, മുഖത്തൊക്കെ ആകെ കടിച്ചടയാളങ്ങളും അങ്ങനെ ക്ഷീണിച്ച് തളർന്ന് ആകെ അങ്ങനെ അവശയായിക്കൊണ്ടതിന് വെന്റിലേറ്ററിൽ കിടക്കുകയായിരിക്കും. വെറും ഒരു ശ്വാസമെടുപ്പോട് കൂടെ മാത്രമായിരിക്കും ആ ഒരു കുഞ്ഞ് കിടക്കുന്നത്. ഇത് കണ്ടിട്ട് വിക്രത്തിന് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. വർക്ക്ഷോപ്പിലെ മുതലാളി പറഞ്ഞിട്ട് എന്റെ മകളുടെ ഈ ഒരവസ്ഥക്ക് കാരണം ആ ദുഷ്ടനാണ്. എത്രമാത്രം സ്വപ്നങ്ങളാണ് ഞാൻ എന്റെ മകളെ കുറിച്ച് കണ്ടിരുന്നത്. അവനെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവൻ എന്റെ മകളെ ചെയ്തു. പാവം എന്റെ മോളുടെ ജീവൻ മാത്രമാണ് അവൻ ബാക്കി വെച്ചത്. ഞങ്ങളുടെ മകളെ കുറിച്ച് ഞങ്ങൾക്ക് എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു എന്നറിയോ, പക്ഷേ അതെല്ലാം തന്നെ അവൻ തൊലച്ചു. എന്റെ മകളെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കാണുന്ന സമയത്തിന് എന്റെ നെഞ്ചു പൊട്ടിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അയാൾ ഒരേ കരച്ചിലായിരിക്കും. ഇതൊക്കെ കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് ഭയങ്കര സങ്കടമായിരിക്കും. അന്നേരമായിരിക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത്. ഡോക്ടർ വന്ന് പറയുന്നത് ഒരിക്കലും ഈ മകൾക്ക് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ഒരു പക്ഷേ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ പോലും ഒരിക്കലും നടക്കാനോ സംസാരിക്കാനോ ഒന്നിനും തന്നെ കഴിയില്ല. ഡോക്ടറുടെ വാക്കെല്ലാം കേട്ടുകൊടുത്തിട്ട് ഒട്ടും സഹിക്കാൻ കഴിയാതെ ആ കുട്ടിയുടെ മകനെ നെഞ്ചു പൊട്ടി വിങ്ങിക്കരയായിരിക്കും. ഇതെല്ലാം കണ്ടു നിൽക്കാൻ കഴിയാതെ ഭയങ്കര സങ്കടത്തിൽ വിക്രമും വിക്രത്തിന്റെ കൂട്ടുകാരും പുറത്തേക്ക് വരുന്നുണ്ട്. വിക്രം പറയുന്നത് ഏതായാലും ഇത്രമാത്രം ക്രൂരമായിട്ട് പീഡിപ്പിച്ച് അവൻ ഏതായാലും വെറുതെ വിടാൻ പറ്റില്ല. ആ പെൺകുട്ടി അനുഭവിച്ച് അതിനേക്കാൾ വലിയ ക്രൂരത തന്നെ അവനും അനുഭവിക്കണം. ഇപ്പോൾ ഈ പെൺകുട്ടി കിടക്കുന്ന അതേ അവസ്ഥയിൽ അവനെയും നമുക്ക് കിടത്തണമെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടെ പെൺകുട്ടിയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛൻ ഇങ്ങനെ സങ്കടത്തോട് വിഷമത്തോട് കൊടുത്തിട്ട് വിക്രത്തിനോട് പറയുന്നത് ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, എല്ലാ പ്രതീക്ഷയും എനിക്ക് എൻ്റെ മോളിലായിരുന്നു. വിക്രം പറയുന്നത് നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, എനിക്കിപ്പോൾ ഇവളെ കാണുന്ന സമയത്തിന് എൻ്റെ സ്വന്തം ഏട്ടൻ്റെ മോളെ പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇവളെ അവൻ ചെയ്തതുപോലെ തന്നെ അവനെയും ഞങ്ങൾ ചെയ്യും. അവന്റെ മുഖവും ഇതുപോലെ തന്നെ വികൃതമാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് വിക്രം ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. ഈ പൊന്നുമോള് വേദന അനുഭവിച്ചതുപോലെ തന്നെ അവനും വേദന അനുഭവിക്കണം, അവനെ ഞാൻ ഇഞ്ചി ഇഞ്ചായിട്ട് കൊല്ലുമെന്നൊക്കെ പറയട്ടെ വിക്രം. വിക്രം ഏതായാലും ആ ഒരു കുഞ്ഞിനെ കണ്ടുവന്നതിന് ശേഷം ശ്രീനിവാസൻ സാറോട് ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്ന സമയത്തിന് ശ്രീനിവാസൻ സാർ കട്ട സപ്പോർട്ടായിരിക്കും. ശ്രീനിവാസൻ സാർ പറയുന്നത് അതേ വിക്രം, അവനെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു ഗതി വരാൻ പാടില്ല എന്ന് പറയുന്ന സമയത്തിന് വിക്രം പറയുന്നത് അതെ സാറ് പറഞ്ഞതാണ് ശരി. അവനിപ്പോൾ ഇനി ഏത് MLA മകനായാലും എനിക്കൊരു കുഴപ്പമില്ല. അവനെ ഒരിക്കലും ഈ ലോകത്ത് തന്നെ വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് വിക്രം ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. ഈ സമയത്തിന് ശ്രീനിവാസൻ സാറിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്ത് നോക്കുന്ന സമയത്തിന് ആ ഒരു പെൺകുട്ടി മരിച്ചു പോയി എന്നായിരിക്കട്ടോ കേൾക്കുന്നത്. അപ്പോഴേക്കും ശ്രീനിവാസൻ സാർ ഈ ഒരു കാര്യം വിക്രത്തിനോട് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല വിക്രത്തിന്റെ കണ്ണങ്ങ് നിറഞ്ഞു പോകും. വിക്രം പറയുന്നുണ്ട് ഇല്ല സാർ, ആ പെൺകുട്ടീനെ കൊന്നവൻ ഇനി ഒരിക്കലും ജീവിച്ചിരിക്കാൻ പാടില്ല, അവനെ ഞാൻ ഇന്നങ്ങ് തീർക്കുമെന്നൊക്കെ പറഞ്ഞ് വിക്രം ദേഷ്യത്തിലാണ്. അന്നേരം ശ്രീനിവാസൻ സാർ പറഞ്ഞിട്ട് നമുക്ക് ഉടനെ തന്നെ ഇപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറയുന്ന സമയത്തിന് അവരെല്ലാവരും ചേർന്ന് ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോവാണ്. മരിച്ചു കിടക്കുന്ന ആ ഒരു പെൺകുട്ടീനെ കാണുന്ന സമയത്തിന് വിക്രത്തിന് വല്ലാത്ത സങ്കടം തോന്നും. ആ കുട്ടിയുടെ കിടപ്പ് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ വിക്രം ഭയങ്കര ദേഷ്യത്തിൽ ആ ഒരു MLA മകനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ടെന്ന് മാത്രമല്ല അവനെ ഇട്ടിട്ട് നിർത്താതെ ഇട്ട് അങ്ങനെ അടിക്കായിരിക്കട്ടെ വിക്രം. MLA മകനെ വിക്രം ഇങ്ങനെ തല്ലി ചതക്കുന്നതും കണ്ടുകൊണ്ടായിരിക്കും വേദ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്നത്.
വളരെ ക്രൂരമായിട്ട് എം എൽ എയുടെ മകൻ ഇങ്ങനെ വിക്രം തല്ലിച്ചതക്കുന്നതും കണ്ടുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാം തന്നെ പ്രതികരിക്കാതെ അതും തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും. എന്നാൽ ഈ ഒരു കാഴ്ചയും കണ്ടുകൊണ്ടായിരിക്കട്ടെ വേദ അങ്ങോട്ടേക്ക് വരുന്നത്. വിക്രം യാതൊരുവിധ ദയവുമില്ലാതെ അയാൾ ഇട്ടിങ്ങനെ അടിക്കുന്ന സമയത്തിന് അയാളുടെ ദേഹത്ത് നിന്ന് ഇങ്ങനെ ചോര പൊട്ടി ഒലിക്കുന്നത് കാണുന്ന സമയത്തിന് എല്ലാവരും അതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ വിക്രം വളരെ ക്രൂരമായിട്ട് അയാളിങ്ങനെ ഇട്ട് അടിക്കുന്നതെല്ലാം കാണുന്ന സമയത്തിന് വേദക്ക് ഭയങ്കര ദേഷ്യവും വെറുപ്പൊക്കെ തോന്നിപ്പോവാട്ടോ വിക്രത്തിനോട്. വിക്രത്തിന് പറ്റാവുന്ന അത്ര രീതിയിൽ വിക്രം അയാളെങ്ങനെ തല്ലി ചതച്ചതിന് ശേഷം വിക്രം ബൈക്ക് എടുത്ത് അവിടെ നിന്നങ്ങ് പോവാൻ നോക്കുന്ന സമയത്തിന് വേദയെ കാണും. എന്നാൽ വേദയെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യാതെ ആയിരിക്കും വിക്രം ആ ഒരു ബൈക്ക് എടുത്ത് അവിടെ നിന്നും പോകുന്നത്. വിക്രം ബൈക്കെടുത്ത് നേരെ വർക്ക്ഷോപ്പിലേക്ക് ചെന്നുകൊണ്ട് ഫ്രണ്ട്സിനോടെല്ലാം തന്നെ പറയുന്നത് അവനെ ഞാൻ അങ്ങ് തല്ലി ചതിച്ചു. അവൻ എന്താണോ ആ കുട്ടിയോട് ചെയ്തത് അതിനേക്കാൾ ക്രൂരമായിട്ട് തന്നെയാണ് ഞാനും അവനോട് ചെയ്തത് എന്നൊക്കെ പറയും. ആ കുട്ടിയോട് ചെയ്തതിന്റെ പകരമായിട്ട് ഞാൻ അവന്റെ കൈയും കാലും തല്ലിയൊടിച്ചു. അവന്റെ മുഖം അതുപോലെ തന്നെ ഞാൻ അങ്ങ് വികൃതമാക്കി. ഇനി ഒരിക്കലും അവൻ ജീവനോടെ എഴുന്നേറ്റ് നടക്കില്ല എന്നിങ്ങനെ പറയുന്ന സമയത്തിന് ഫ്രണ്ട്സ് പറയുന്നുണ്ട് അതേ വിക്രം, അത് തന്നെയാണ് അവന് ചെയ്യേണ്ടിയിരുന്നത്. അത് തന്നെയാണ് അവന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ. എന്നാൽ ഈ ഒരു കാഴ്ചയെല്ലാം കണ്ടുകൊണ്ടായിരിക്കട്ടെ വേദ വീട്ടിലേക്ക് കയറി ചെന്നിരിക്കുന്നത്. വിക്രം ഏതായാലും ഒന്നും അറിയാത്ത നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതും കണ്ടുകൊണ്ടതിനെ വേദ വിക്രമിനെ ചോദ്യം ചെയ്യും. അതും കേട്ടുകൊണ്ടതിനെ സുധാകര മാഷും കമലമ്മയും നന്ദിനിയും ശ്രീജേട്ടത്തിയും അങ്ങനെ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. വേദ പറഞ്ഞിട്ട് ഇന്ന് നടുറോട്ടിൽ വെച്ച് തന്നെ വിക്രം ഒരാളെ തല്ലിച്ചതി അയാളുടെ ജീവൻ മാത്രം ബാക്കി വെച്ചു. അതിക്രൂരമായിട്ടാണ് വിക്രം അയാളെ തല്ലിച്ചതിച്ചിരിക്കുന്നത്. ഇത്രമാത്രം ക്രൂരമായിട്ട് മൃഗത്തെ പോലെ നിങ്ങൾക്ക് എങ്ങനെ ഒരാളോട് പെരുമാറാൻ കഴിയുന്നു എന്നൊക്കെ ചോദിക്കട്ടെ വേദ. നിങ്ങളൊരു ഗുണ്ടയാണെന്ന് മറ്റുള്ളവരൊക്കെ പറഞ്ഞു കേട്ട അറിവ് മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ ഞാൻ ഒരിക്കലും നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെയൊന്നും കരുതിയില്ല എന്നും പറയും. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് കമലം അങ്ങനെ വിക്രത്തിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. എടാ, എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? നീ ആരുമായിട്ടാണ് തല്ലുണ്ടാക്കിയത്? അന്നേരം വിക്രം പറഞ്ഞിട്ട് അതേ അമ്മേ, ഞാൻ ഇന്നൊരാളെ തല്ലിച്ചതച്ചു എന്ന് പറയുന്ന സമയത്തിന് എന്തിനെന്ന് ചോദിക്കട്ടെ വേദ. ആ സമയത്തിന് വിക്രം ഒന്നും തന്നെ മിണ്ടുന്നില്ല. വേദ പറഞ്ഞിട്ട് അത്രയും ക്രൂരമായിട്ടാണ് നിങ്ങൾ അയാളെ തല്ലിച്ചതച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങളും അതുപോലെ തന്നെ ശിക്ഷ അനുഭവിക്കണം. നിങ്ങൾ ചെയ്തത് വളരെ ക്രൂരമായിട്ടുള്ളൊരു തെറ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെ സാക്ഷി പറയാൻ വേണ്ടിയിട്ട് ഏത് കോടതിയിലും ഞാൻ കയറും. നിങ്ങൾ ചെയ്ത് തെറ്റിന് നിങ്ങൾ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ എന്നിങ്ങനെ വേദ പറയുന്നത് കേട്ടുകൊണ്ടതിന് കമലമ്മ ആകെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. വേദ പറയുന്നുണ്ട് നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ വേദാളം, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്ന സമയത്തിന് വേദ വീണ്ടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അയാളെ തല്ലിച്ചതച്ചത്, എന്നോട് എങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കും. അന്നേരം വിക്രം പറഞ്ഞതിന് എന്തിനാണെന്ന കാര്യം നിന്നോട് വിശദീകരിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് വിക്രം അകത്തേക്ക് യാതൊരു കൂസലുമില്ലാതെ കയറി പോവാണ്. എന്നാൽ വിക്രം നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ആ ഒരു എം എൽ എയുടെ മകനെ തല്ലിച്ചതച്ചത് കൊണ്ട് തന്നെ ആരും തന്നെ വിക്രത്തിനെതിരായിട്ട് സാക്ഷി പറയാൻ വരില്ല കേട്ടോ. കാരണം ശ്രീനിവാസൻ സാറിന്റെ ഓർഡർ അനുസരിച്ച് ആരും തന്നെ അതിന് സാക്ഷിയായിട്ട് പറയുന്നില്ല. എം എൽ എയുടെ മകൻ ഏതായാലും തന്നെ വിക്രം തല്ലിച്ചതച്ചു എന്നതിന്റെ പേരിൽ വലിയ കേസൊക്കെ ആക്കുന്നുണ്ട്. എന്നാൽ വിക്രമാണ് ഈ ഒരു തെറ്റ് ചെയ്തത് എന്നറിഞ്ഞതോടുകൂടി തന്നെ എം എൽ എ പറയുന്നത് അവൻ ഏതായാലും വെറുതെ വിടണ്ട. അന്നേരം പോലീസുകാർ പറയുന്നത് അതെ, അവനൊരു ഗുണ്ടയാണ്. ആ ശ്രീകാര്യ ശ്രീനിവാസന്റെ വലം കൈയാണ് അവൻ. അന്നേരം പോലീസ് ഓഫീസർ പറഞ്ഞിട്ട് സാറിന്റെ മകനെ തല്ലിച്ചതച്ച് ആ ഏരിയയിൽ ഞാൻ പോയിരുന്നു. ആദ്യം തന്നെ അത് കണ്ടതായിട്ടില്ല. ആരും തന്നെ അതിനെതിരായിട്ട് സാക്ഷി പറയാനില്ല എന്നാ പറഞ്ഞത് എന്ന് പറയും. ഒരു സാക്ഷ്യമില്ലാതെ എങ്ങനെയാ സാർ ഞാൻ വിക്രത്തിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാട്ടെ പോലീസ്. അപ്പൊ എം എൽ എ പറഞ്ഞിട്ട് എടോ, താൻ കാണുന്നില്ലേ എന്റെ മകന്റെ അവസ്ഥ? ഇത്ര നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അവൻ എന്റെ മകനെ തല്ലിച്ചതച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്കൊന്നും അറിയണ്ട, അവന് തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറയുന്ന സമയത്തിന് ശരി സാർ എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരേതായാലും നേരത്തെ വിക്രത്തിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പോലീസുകാരെല്ലാം തന്നെ വിക്രത്തിനെ അന്വേഷിച്ച് വീട്ടിലേക്ക് കയറി വരുന്നതെന്നും കണ്ടുകൊണ്ട് സുധാകരൻ മാഷും കമലമ്മയും ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമായിരിക്കും. പോലീസുകാർ വന്നിട്ട് സുധാകരൻ മാഷോട് ഇങ്ങനെ പറയുന്നുണ്ട്, മാഷേ നിങ്ങളുടെ മകൻ എം എൽ എയുടെ മകനെ നടു റോട്ടിൽ വെച്ച് തല്ലിച്ചതച്ചു. അയാൾ ഇപ്പൊ സീരിയസ് ആയിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ട് ഹോസ്പിറ്റലിലാണ്. അയാൾക്ക് ഇപ്പൊ എന്ത് സംഭവിക്കുമെന്ന മട്ടിലാണെന്നൊക്കെ പറയും. നടു റോട്ടിൽ വെച്ച് വിക്രം അവനെ തല്ലിച്ചതക്കുന്ന സമയത്തിന് കുറെ ആൾക്കാർ ചുറ്റും കൂടി നിന്നെങ്കിൽ പോലും ആരും അവനെതിരായിട്ട് സാക്ഷി പറഞ്ഞിട്ടില്ല. ഏതായാലും പരാതി തന്നിരിക്കുന്നത് ആ എം എൽ എയുടെ മകൻ തന്നെയാണെന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന്റെ വിക്രം അങ്ങോട്ടേക്ക് വരും. വിക്രമിനോട് പോലീസുകാർ ചോദിക്കുന്നത് നീ അല്ലടാ എം എൽ എയുടെ മകനെ തല്ലിച്ചതച്ചത്, അവൻ തന്നെ നിനക്കെതിരായിട്ട് പരാതി തന്നിട്ടുണ്ട് എന്നൊക്കെ പറയും. അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട് ഞാനാണ് അവനെ നല്ല റോട്ടിൽ വെച്ച് തല്ലിച്ചതച്ചത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ കണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും എനിക്കെതിരായിട്ട് സാക്ഷി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അവനെക്കുറിച്ച് ആരും തന്നെ സാക്ഷി പറയില്ല. കാരണം അവന്റെ സ്വഭാവം എന്താണെന്നുള്ളത് നാട്ടുകാർക്കൊക്കെ നന്നായിട്ടറിയാം. ആരും സാക്ഷി പറയാനില്ലാതെ യാതൊരു തെളിവുമില്ലാതെ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നിങ്ങനെ വിക്രം ചോദിക്കുന്ന സമയത്തിന് വിക്രത്തിനെതിരായിട്ട് വേദ സംസാരിക്കുന്നുണ്ട്. വേദ പറയുന്നുണ്ട് ആരും സാക്ഷി പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയും, ഞാൻ എന്റെ കണ്ണോട് കണ്ടതാണ്. വിക്രം അയാളെ നടു റോട്ടിലിട്ട് തല്ലി ചതക്കുന്നതെല്ലാം തന്നെ ഞാൻ കണ്ടതാണ് സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദ മുന്നോട്ട് വരും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് കമലമ്മ ചോദിക്കുന്നുണ്ട് മോളെ നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറയുന്നത് അതേ അമ്മേ, ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ കണ്ടതാണ് വിക്രം അയാളെ നടുറോട്ടിലിട്ട് തല്ലിച്ചതക്കുന്നത്. ന്യായത്തിന്റെ ഭാഗത്ത് മാത്രമേ ഞാൻ നിൽക്കൂ എന്നിങ്ങനെ വേദ പറയുന്ന സമയത്തിന് കമലമ്മ പറയുന്നുണ്ട് മാഷേ വേദമോൾ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? അന്നേരം സുധാകര മാഷ് ഒന്നും മിണ്ടാതെ അങ്ങനെ തല താഴ്ത്തി നിൽക്കുന്ന സമയത്തിന് ഇൻസ്പെക്ടർ വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ സാക്ഷിയായാലോ, ഇനി എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്യാലോ? നിന്റെ ഭാര്യ തന്നെ ഇപ്പൊ നിനക്കെതിരായിട്ട് സാക്ഷി പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന സമയത്തിന് വിക്രം ദേഷ്യപ്പെട്ട് ഇങ്ങനെ വേദ്യത്തിനെ നോക്കി നിൽക്കുമായിരിക്കും. പോലീസുകാരേതായാലും വിക്രത്തിനെ അറസ്റ്റ് ചെയ്യാണ്.
പോലീസുകാർ ഏതായാലും വിക്രത്തിനെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും കണ്ടുകൊണ്ട് തന്നെ കമലമ്മക്ക് ഭയങ്കര ദേഷ്യം തോന്നിപ്പോവാട്ടെ വേദയോട് പറഞ്ഞിട്ട് നീ വിക്രത്തിന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് അവനെ നേർവഴിക്ക് കൊണ്ടുപോകാനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നീ എന്താ അവനോട് കാണിച്ചത്? അവൻ നിന്റെ ഭർത്താവല്ലേ, അവനല്ലേ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. എന്നിട്ട് നീ അവനോട് ഇത്രമാത്രം ക്രൂരതയൊക്കെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ? ഇത്രകാലം ഞാൻ എന്റെ സ്വന്തം മോളെ പോലെയാണ് നിന്നെ സ്നേഹിച്ചിരുന്നത്. അങ്ങനെയുള്ള നീയാണ് ഇപ്പൊ വിക്രത്തിനെതിരായിട്ട് സാക്ഷി പറഞ്ഞിരിക്കുന്നത്. അന്നേരം വേദ പറഞ്ഞിട്ട് അതേ അമ്മ പറഞ്ഞത് ശരിയാണ്, വിക്രം എന്റെ ഭർത്താവ് തന്നെയാണ്. പക്ഷേ വിക്രം തെറ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്തവർ എന്താണെങ്കിലും ശിക്ഷിക്കപ്പെടണം, അത് തന്നെയാണ് എന്റെ പോളിസി എന്നൊക്കെ പറയും. അന്നേരം കമലമ്മ പറഞ്ഞിട്ട് ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി, വിക്രം പറഞ്ഞത് ശരിയാണ്, അവന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നീ അവന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. അന്നേരം സുധാകരൻ മാഷ് പറഞ്ഞിട്ട് മതി കമലം, ഇതിപ്പോ വേദിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇത് തന്നെ ചെയ്യുള്ളൂ. തെറ്റ് ചെയ്തവരാരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുകയായിരിക്കട്ടെ സുധാകരൻ മാഷ്. എന്നാൽ വിക്രത്തിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശങ്കരനാരായണന്റെ വീട്ടിൽ അറിയുന്നുണ്ട്. ദർശന്റെ അച്ഛൻ പറയുന്നത് നാളെ തന്നെ വിക്രത്തിനെ കോടതിയിൽ ഹാജരാക്കും, വേദ അവനെതിരായിട്ട് സാക്ഷി പറയുമെന്നാ കേട്ടത്. ആ ഒരൊറ്റ സംഭവത്തോടു കൂടി തന്നെ അവർ രണ്ടുപേരും എന്നേക്കുമായിട്ട് പിരിയുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നീയും വേദയുമായിട്ടുള്ള വിവാഹം നടക്കും, നീ തന്നെ അവനെതിരായിട്ടുള്ള കേസ് വാദിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ ദർശനോട്. അന്നേരം ദർശൻ ചോദിക്കുന്നത് അച്ഛൻ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നതെന്ന് ചോദിക്കുന്ന സമയത്തിന് ദർശന്റെ അച്ഛൻ പറയുന്നത് എടാ ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാ മതി, ഞാൻ പറയുന്നത് അനുസരിക്കാൻ പറ്റില്ല എങ്കിൽ നീ പിന്നെ ഒരിക്കലും ഈ വീട്ടിൽ കാണില്ല എന്നൊക്കെ പറയും. അച്ഛന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ദർശൻ ആകെ വിഷമാവുന്നുണ്ട് എന്ന് മാത്രമല്ല ദർശൻ നേരെ വേദയെ കാണാൻ വേണ്ടിയിട്ട് പോവും. കേസിനെ പറ്റിയിട്ടൊക്കെ വേദയോട് പറഞ്ഞിട്ട് വേദ വിക്രമെതിരായിട്ട് നീ സാക്ഷി പറഞ്ഞാൽ പിന്നെ കുറെ കാലത്തിനകം വിക്രം ജയിലിൽ കിടക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ തന്നെ അയാൾ ഭയങ്കര സീരിയസ് ആയിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ട് ഹോസ്പിറ്റലിലാണ്. അയാൾ എങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവപര്യന്തോ അല്ലെങ്കിൽ തൂക്ക് കയറോ ആയിരിക്കും വിക്രത്തിന്റെ വിധി. അതുകൊണ്ട് വേദ നല്ലോണം ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്കണം, ഒരിക്കലും എടുത്തു ചാടിയിട്ടൊരു തീരുമാനം എടുക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ ദർശൻ. എന്നാൽ വേദ അവിടെ ഉറച്ച തീരുമാനത്തിലായിരിക്കും. എന്നിട്ട് ദർശനോട് ചോദിക്കുന്നുണ്ട് ദർശന് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് കമലമ്മക്ക് ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ പൊട്ടി കരയാണ്. എന്നിട്ട് കമലമ്മ ഇങ്ങനെ വേദയോട് ചോദിക്കുന്നുണ്ട് വേദമോളെ പ്ലീസ്, നിന്റെ ഭർത്താവല്ലേ വിക്രം, നീ ഒരിക്കലും അവനെതിരായിട്ട് സാക്ഷി പറയരുത്. അവന് കാലാകാലം ജയിലിൽ കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് നിന്റെ ഇഷ്ടം. കമലമ്മയുടെ വാക്കൊന്നും വേദ കേൾക്കാത്തത് കൊണ്ട് തന്നെ മുത്തശ്ശി ഇങ്ങനെ വേദയോട് പറഞ്ഞിട്ട് വേദമോളെ നീ ഒരിക്കലും വിക്രത്തിനെതിരായിട്ട് സാക്ഷി പറയരുത്. വിക്രം നിന്റെ ഭർത്താവാണ്, ആ കാര്യം നീ ഓർക്കണം, നീ ഒരിക്കലും അത് മറക്കരുത് എന്ന് പറയുന്ന സമയത്തിന് വേദ ഉറച്ച തീരുമാനത്തിലായിരിക്കും. വേദ പറയുന്നത് ഇല്ല മുത്തശ്ശി, ഞാൻ കണ്ട കാഴ്ചയാണത്, അതുകൊണ്ട് വിക്രത്തിനെതിരായിട്ട് ഞാൻ സാക്ഷി പറയുമെന്ന് ഉറപ്പിച്ച തീരുമാനത്തിലായിട്ടോ വേദ. ഏതായാലും പിറ്റേ ദിവസം തന്നെ രാധ വേദയെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടെന്ന് മാത്രമല്ല വേദ കരഞ്ഞുകൊണ്ട് കൈ കൂപ്പിക്കൊണ്ടതിന് വേദയോട് പറഞ്ഞിട്ട് പ്ലീസ് വേദ, നീ ഒരിക്കലും വിക്രത്തിനെതിരായിട്ട് സാക്ഷി പറയരുത്. നീ എപ്പോഴും ഇങ്ങനെ പറയാണ്ടല്ലോ നിന്റെ ഭർത്താവാണ് വിക്രമെന്ന്. എന്നിട്ട് വിക്രത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്ന സമയത്ത് നീ ഇങ്ങനെയാണ് അവന് ചെയ്യേണ്ടത്. വിക്രം അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണം അതിന്റെ പിന്നിൽ കാണും. ഇത്ര കാലമായിട്ട് നീ സ്വന്തം ഭാര്യയായിട്ട് പോലും അവനെ നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ രാധ. അന്നേരം വേദ പറഞ്ഞിട്ട് എങ്കിൽ പിന്നെ നീ പറ, വിക്രം എന്തിനാണ് അയാളെ തല്ലിച്ചതച്ച് എന്തിനാണ് അയാളെ ഇട്ട് അടിച്ച് കൊല്ലാരാക്കിയത് എന്ന് ചോദിക്കുന്ന സമയത്തിന് രാധ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല, ഏതായാലും വിക്രം ന്യായത്തിന്റെ ഭാഗത്തേ നിൽക്കൂ, എന്തെങ്കിലും ന്യായമായിട്ടുള്ള കാര്യമായതുകൊണ്ട് മാത്രമായിരിക്കും വിക്രം ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രാധ. ഒരിക്കലും വെറുതെ ഒരാളെയും അവൻ ഉപദ്രവിക്കില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പാണെന്നും പറയും. എന്നാൽ കോടതി വിളിപ്പിക്കുന്ന സമയത്തിന് രാധയുടെയും അല്ലെങ്കിൽ മറ്റാരുടെയും വാക്ക് കേൾക്കാതെ വേദ ഏതായാലും കോടതിയുടെ ഉള്ളിലേക്ക് ചെല്ലും. ശങ്കരനാരായണൻ കേസ് വിളിക്കുന്ന സമയത്തിന്റെ വക്കീൽ സാക്ഷി പറയാൻ വേണ്ടിയിട്ട് വേദയെ വിളിക്കും. അന്നേരം വേദ വിക്രത്തിനെതിരായിട്ട് സാക്ഷി പറയുന്നത് ഞാൻ കണ്ടതാണ് വിക്രം അയാളെ തല്ലിച്ചതക്കുന്നത്. അന്നേരം വിക്രം ഭയങ്കര ദേഷ്യത്തിൽ വേദയെ ഇങ്ങനെ നോക്കുന്ന സമയത്തിന് വക്കീല് പറഞ്ഞിട്ട് വേറെ ആരും കണ്ടിട്ടില്ല, ഈ വേദ മാത്രമാണ് കണ്ടത് എന്ന് വിളിച്ചു പറയും. വിക്രത്തിന്റെ ഭാര്യയാണ് ഈ കുട്ടി, അതുകൊണ്ട് ഇത് മാത്രം ഒരു തെളിവായിട്ട് എടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു നോക്കാട്ടോ. അന്നേരം പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ശങ്കരനാരായണൻ പറയുന്നുണ്ട് ഏതായാലും കേസ് 2 ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയും. അതോടുകൂടി തന്നെ വിക്രത്തിനെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോവാണ്. വിക്രം പുറത്തേക്ക് വന്ന ഉടനെ തന്നെ ശ്രീനിവാസൻ സാർ ഇങ്ങനെ വിക്രത്തിനോട് പറയുന്നുണ്ട് വിക്രം നീ സത്യം എല്ലാവരോടും തുറന്നു പറയണമെന്ന് പറയുന്ന സമയത്തിന് ആ ഒരു കുഞ്ഞിന്റെ ഭാവി ഓർത്തുകൊണ്ട് തന്നെ വിക്രം പറയുന്നുണ്ട് വേണ്ട സർ, അവൻ കാരണം ആ കുഞ്ഞിനുണ്ടായ മാനക്കേട് എല്ലാവരും അറിയും. എല്ലാവരും അറിയുന്നതോടുകൂടി പിന്നെ ആ അച്ഛന്റെയും അമ്മയുടെയും ഭാവി എന്തായിരിക്കും, അവരുടെ ചിന്ത എന്തായിരിക്കും, അതുകൊണ്ട് ഈ കാര്യം ആരും അറിയണ്ട എന്ന് തന്നെ ഉറച്ച തീരുമാനത്തിലായിരിക്കും വിക്രം. ഏതായാലും ഒരു കുറ്റസമ്മതം എന്ന പോലെ തന്നെ വിക്രം അവിടെ നിന്നും ജയിലിലേക്ക് പോകുന്നുണ്ട്. വേദ ഏതായാലും വിക്രത്തിനെതിരായിട്ട് സംസാരിച്ചത് കൊണ്ട് തന്നെ പിന്നീട് കമലമ്മക്ക് ഭയങ്കര ദേഷ്യമായിരിക്കട്ടെ വേദയോടായിട്ട് കമലമ്മ പറയുന്നുണ്ട് നീ ഏതായാലും ഇനി എന്റെ വീട്ടിലേക്ക് വരണ്ട, എന്റെ മോനെതിരായിട്ട് സാക്ഷി പറഞ്ഞവളാണ് നീ, വിക്രമില്ലാത്ത വീട്ടിൽ പിന്നെ നീ എന്തിനാ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കമലമ്മ ഭയങ്കര ദേഷ്യത്തിലായിരിക്കട്ടെ വേദയോട് സംസാരിക്കുന്നത്. ആ സമയത്തിന് മുത്തശ്ശി വന്നിട്ട് കമലമ്മയോടൊന്നും സംസാരിക്കുന്നുണ്ടെങ്കിലും കമലമ്മ അതൊന്നും തന്നെ ചെവി കോർക്കുന്നില്ല. എല്ലാവരും കൂടി എന്റെ മോനെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് പിറുപിറുത്തുകൊണ്ടായിരിക്കട്ടെ അവർ വീട്ടിലേക്ക് വരുന്നത്. ഏതായാലും വേദയും കൂടെ വരുന്ന സമയത്തിന് മുത്തശ്ശി വേദയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് എന്തിനാ നീ അങ്ങനെ ചെയ്തത്, എന്തിനാ നീ വിക്രത്തിനെതിരായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞത്, വിക്രം അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായിട്ട് മറ്റെന്തെങ്കിലും കാരണം കാണും. വേദയെ കാണുന്ന സമയത്തിന് കമലമ്മ പറഞ്ഞിട്ട് നീ ഒരിക്കലും ഇനി ഈ വീട്ടിൽ താമസിക്കണ്ട, എന്റെ മോൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന കാര്യം എനിക്കറിയാം. പിന്നെ വിക്രം ആ തല്ലിച്ചതച്ചവനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു, അവൻ അത്ര നല്ല പയ്യനൊന്നും അല്ല. അങ്ങനെ വൃത്തികെട്ട ഒരുത്തിനെ വിക്രം തല്ലിച്ചതച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ടായിരിക്കും.
അന്നേരം വേദ പറഞ്ഞിട്ട് ഇവിടെ ഇന്നും ഞാൻ എങ്ങോട്ടേക്കും പോകുന്നില്ല, ഇതെന്റെ ഭർത്താവിന്റെ വീടാണ്, അതുകൊണ്ട് ഇവിടെ തന്നെ ഞാൻ നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് വേദ അങ്ങോട്ടേക്ക് കയറി വരുന്ന സമയത്തിന് കമലമ്മ ദേഷ്യപ്പെടാണ്. വേണ്ട, ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കണ്ട, എന്റെ മകനെ ചതിച്ച് നിനക്ക് ഇവിടെ നിൽക്കാൻ ഇനി യാതൊരുവിധ അധികാരവുമില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് വേദ അവിടെ നിന്ന് മാട്ടിപ്പായിക്കാൻ നോക്കാറിക്കട്ടെ കമലമ്മ. എന്നാൽ ഇതും കേട്ടുകൊണ്ടതിന് സുധാകരൻ മാഷ് പറഞ്ഞതിന് മതി കമല നിർത്ത്, ഇത് എന്റെ വീടാണ്, വേദമോൾക്ക് വേണമെങ്കിൽ ഇവിടെ താമസിക്കാമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് സുധാകരൻ മാഷ് അവിടെ വേദയെ താമസിക്കാൻ സമ്മതം കൊടുക്കും. കമലമ്മ സങ്കടപ്പെട്ട് ചോദിക്കുന്നതിന് മാഷ് എന്താ ഈ പറയുന്നത്, വേദ ചെയ്തത് ശരിയാണെന്ന് മാഷിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് മാഷ് പറഞ്ഞത് അതെ, വേദമോള് ചെയ്തതാണ് ശരി, ഞാൻ ഒരിക്കലും ഈ കാര്യത്തിൽ വേദയെ കുറ്റം പറയില്ല എന്ന് മാഷ് പറയുന്ന സമയത്തിന് വേദ ഒന്നും മിണ്ടാതെ നേരെ മുറിയിലേക്ക് കയറി പോവും. ഇതേ സമയത്തിന് വേദ അന്വേഷിച്ച് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നിട്ട് പറയുന്നുണ്ട്, വേദ നീ എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നത്, വാ നമുക്ക് വീട്ടിലേക്ക് പോവാമെന്ന് പറയുന്ന സമയത്തിന് കമലമ്മയും പറയുന്നുണ്ട് ഇനി ഇവിടെ ഞങ്ങൾക്ക് ആർക്കും വേണ്ട, ഇവിടെ നീ ഇപ്പൊ തന്നെ കൂട്ടിയിട്ട് പോകണമെന്നൊക്കെ പറയും. എന്റെ മകന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നത്. അന്നേരം വേദ ശ്രീകാന്തിനോട് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്, ഇതാണ് എൻ്റെ വീട്, എൻ്റെ ഭർത്താവിൻ്റെ വീട്, ഇവിടെ ഇന്നും ഞാൻ ഇങ്ങോട്ടേക്കും വരുന്നില്ല എന്നൊക്കെ പറയും. ഇവ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ ആ ഒരു MLA വീട്ടിലേക്ക് വരുന്നത്. MLA വന്ന് പറഞ്ഞിട്ട് എന്റെ മകൻ അത്രമാത്രം സീരിയസ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലാണ്, അവനൊരു വാക്ക് പോലും സംസാരിക്കാൻ പറ്റുന്നില്ല, എന്റെ മോനെ തല്ലിച്ചതക്കുന്നത് മോനല്ലേ കണ്ടത്, അതുകൊണ്ട് ഇവരാര് എത്ര നിർബന്ധിച്ചാലും മോളുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കണം, മോൾ ഒരിക്കലും വാക്ക് മാറ്റി പറയരുത്. അന്നേരം വേദ ആ MLAക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്, ഇല്ല സർ, ഞാൻ കണ്ട കാര്യം ആരുടെ മുന്നിലും ഞാൻ പറയും, ഞാൻ ഒരിക്കലും വാക്ക് മാറ്റി പറയാനൊന്നും നിൽക്കില്ല. എന്നാൽ വിക്രം എന്തുകൊണ്ടാണ് അയാളെ തല്ലിച്ചതച്ചതെന്നുള്ള കാര്യം വേദ അറിയുന്നില്ലെങ്കിൽ പോലും ആ ഒരു മരിച്ച പെൺകുട്ടിയുടെ അച്ഛൻ ഏതാണ്ട് ശങ്കരനാരായണനെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ശങ്കരനാരായണനോട് പറഞ്ഞു കൊടുക്കാട്ടോ പെൺകുട്ടിയുടെ അച്ഛൻ. ആ MLAയുടെ മകൻ വളരെ ക്രൂരമായിട്ട് എന്റെ കുഞ്ഞിനെ പീഡിപ്പിച്ചു എന്നും എന്റെ മകളെ പീഡിപ്പിച്ചിട്ട് കൊന്നതുപോലും അവനാണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ ശങ്കരനാരായണനോട് പറഞ്ഞു കൊടുക്കും. എന്റെ മകളെ ആ ദ്രോഹി പീഡിപ്പിച്ച് കൊന്നതാണെന്നും ഇതിനും വലിയ ശിക്ഷ തന്നെ ആ ദ്രോഹി അനുഭവിക്കണമെന്നും അങ്ങനെ മറ്റാരും ശിക്ഷ കൊടുക്കാത്തതുകൊണ്ട് ആ ഒരു ശിക്ഷയാണ് വിക്രം നടപ്പിലാക്കിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശങ്കരനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ വിക്രം ചെയ്തൊരു നല്ല പ്രവൃത്തിയാണല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ശങ്കരനാരായണന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. എന്നാൽ ആ ഒരു MLA ശങ്കരനാരായണനെ കാണാൻ വേണ്ടി വരുന്നുണ്ടെന്ന് മാത്രമല്ല എന്റെ മകനെ ഇത്രമാത്രം ക്രൂരമായിട്ട് തച്ചൊടിച്ച് ആ ഒരു വിക്രമിനെ ഇനി തൂക്കുകയറെങ്കിലും വിധിക്കണം, അങ്ങനെ അവന് തൂക്കുകയറ് വിധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാമെന്നൊക്കെ MLA പറയും. അന്നേരം ശങ്കരനാരായണൻ MLAയോട് പറഞ്ഞിട്ട് തന്റെ മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷയാണ് അവൻ ഇപ്പൊ അനുഭവിക്കുന്നത്, ഞാൻ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ന്യായത്തിന്റെ പക്ഷത്ത് മാത്രമേ നിൽക്കൂ, നിങ്ങൾ പോകണമെന്നൊക്കെ പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പറഞ്ഞുവിടും. ശങ്കരനാരായണന്റെ വാക്ക് കേട്ടുകൊണ്ടിരുന്നത് MLAക്ക് ഭയങ്കര ദേഷ്യപ്പെട്ട് ശങ്കരനെ നോക്കിയിരിക്കും. ആ സമയത്തിന് വീണ്ടും കോടതി വിളിക്കുകയാണ്. വിക്രത്തിനെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്തിന് വിക്രം ആകെങ്ങനെ വിഷമത്തോടെ നിൽക്കുമായിരിക്കും. എന്നാൽ ഇതേ സമയത്തിന് വിക്രത്തിന് വേണ്ടിയിട്ട് വാദിക്കാൻ വേണ്ടി ദർശൻ വക്കീൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദർശനെ കാണുന്ന സമയത്തിന് ആകെങ്ങനെ അമ്പരന്ന് നിൽക്കുമായിരിക്കും വിക്രം. ദർശൻ ആദ്യം തന്നെ വേദയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടതാണോ വിക്രം അയാളെ തല്ലിച്ചതക്കുന്നതെല്ലാം തന്നെ നിങ്ങൾ കണ്ടതാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറയുന്നത് അതെ ഞാൻ കണ്ടു, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. അന്നേരം ദർശൻ ചോദിക്കുന്നത് ആ സമയത്ത് മറ്റാരും തന്നെ ആ ഒരു കാഴ്ച കണ്ടില്ല, പിന്നെ നിങ്ങൾ മാത്രം എങ്ങനെ കണ്ടു, ഇതിന്റെ പിന്നിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ദുരുദ്ദേശമില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറയുന്നത് ഒരിക്കലുമില്ല, ഞാൻ എന്റെ കണ്ണോട് കണ്ട കാര്യം തന്നെയാണ് പറഞ്ഞത് എന്ന് പറയും. ദർശൻ ചോദിക്കുന്നത് അല്ല ഈ നിൽക്കുന്ന വിക്രം നിങ്ങളുടെ ആരാണെന്ന് ചോദിക്കുന്ന സമയത്തിന് എന്റെ ഭർത്താവാണെന്ന് പറയും. അപ്പോഴേക്കും ദർശൻ ചോദിക്കുന്നത് അതിന് എന്ത് തെളിവാ നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് ചോദിക്കും. അപ്പോഴേക്കും ആ ഒരു താലി കാണിച്ചു കൊടുത്തിട്ട് വേദ പറയുന്നത് ഈ കിടക്കുന്ന താലിയാണ് അതിന്റെ അടയാളം എന്ന് പറയുന്ന സമയത്ത് ദർശൻ ചോദിക്കുന്നത് വീട്ടുകാരും നാട്ടുകാരും കാണുകയാണ് നിങ്ങൾ താലി കെട്ടിയതെന്ന് ചോദിക്കും. അപ്പൊ വേദ പറയുന്നത് അല്ല, ഞങ്ങൾ മാത്രമായിട്ട് ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലി കെട്ട്. അന്നേരം വിക്രവും വേദ ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്ന സമയത്ത് ദർശൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന്റെ തലേ ദിവസം തന്നെ നിങ്ങളുടെ വീട്ടിലൊരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ, അത് എന്തിനു വേണ്ടിയിട്ടുള്ള പാർട്ടി ആയിരുന്നു എന്ന് ചോദിക്കും. അന്നേരം വേദ പറഞ്ഞത് അതെന്റെ കല്യാണത്തിന്റെ തലേ ദിവസമുള്ളൊരു വേറെ പാർട്ടി ആയിരുന്നു എന്ന് പറയുന്ന സമയത്ത് ദർശൻ ചോദിക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് വിക്രം നിങ്ങളുടെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് ചോദിക്കും. എങ്ങനെയാണ് വിക്രം നിങ്ങളുടെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞത് അത് മറ്റൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ ക്ഷേത്രത്തിൽ പോയതായിരുന്നു, ആ സമയത്ത് എന്റെ അനുവാദം പോലും ഇല്ലാതെയാണ് വിക്രം വന്നത് എന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് പറയും. അപ്പോൾ ദർശൻ ചോദിക്കുന്നത് ഓ അങ്ങനെയാണോ വിക്രം തന്റെ കഴുത്തിൽ താലി കെട്ടിയത്, കുട്ടിയുടെ സമ്മതം പോലും ഇല്ലാതെ ഇഷ്ടമില്ലാതെയാണോ വിക്രം കഴുത്തിൽ താലി കെട്ടിയത് എന്ന് ചോദിക്കും. അങ്ങനെ ഇഷ്ടമില്ലാതെ കുട്ടിയുടെ കഴുത്തിൽ വിക്രം താലി കെട്ടിയത് കൊണ്ടാണ് കുട്ടി ഈ കേസിൽ വിക്രത്തിനെ കുറ്റക്കാരനാക്കാൻ നോക്കുന്നതെന്ന് ചോദിക്കാട്ടോ ദർശൻ. അന്നേരം വേദ പറഞ്ഞിട്ട് അയ്യോ അങ്ങനെയൊന്നുമില്ല, ഞാൻ ശരിക്കും കണ്ട കാര്യമാണെന്ന് പറയുന്ന സമയത്ത് ദർശൻ പറഞ്ഞിട്ട് ഈ കുറ്റം ചെയ്തത് വേദ മാത്രമേ കണ്ടിട്ടുള്ളൂ, മറ്റാരും തന്നെ ഈ ഒരു കാര്യം കണ്ടിട്ടില്ല, വേദ മാത്രമാണ് ഈ ഒരു ദൃശ്യം കണ്ടു എന്ന് പറയുന്നത്, അതിനും വ്യക്തമായിട്ടുള്ള തെളിവില്ലാത്തത് കൊണ്ട് തന്നെ വേദ പറയുന്നതിൽ യാതൊരുവിധ സത്യവുമില്ല. എന്നിട്ട് ദർശൻ ഇങ്ങനെ കോടതിക്ക് മുമ്പായിട്ട് പറയുന്നത് ഈ കുട്ടിയുടെ സമ്മതമില്ലാതെ വിക്രം വേദയുടെ കഴുത്തിൽ താലി കെട്ടിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു നുണ വേദ പറഞ്ഞുണ്ടാക്കുന്നത്, അല്ലാതെ ഇതിൽ യാതൊരുവിധ സത്യവുമില്ല, വേദയല്ലാതെ മറ്റാരും തന്നെ ഈ ഒരു കാഴ്ച കണ്ടിട്ടുമില്ല. അന്നേരം കോടതി വിധിയായിക്കൊണ്ടത് ശങ്കരനാരായണൻ ഇങ്ങനെ പറയുന്നുണ്ട് ഈ കേസിൽ വിക്രം കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് യാതൊരുവിധ തെളിവുമില്ല. അന്നേരം ശങ്കരനാരായണൻ പറഞ്ഞിട്ട് ഒരു തെളിവുമില്ലാത്ത ഈ കേസിൽ ഒരിക്കലും വിക്രം കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് വിക്രമിനെ കോടതി വെറുതെ വിടുന്നു എന്ന് പറയും.
എന്നാൽ വിക്രത്തിനെ കോടതി വെറുതെ വിടുന്നതോടുകൂടി തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ടെങ്കിൽ പോലും വേദക്കാവട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുമായിരിക്കും. ഒന്നും മനസ്സിലാവാതെ വേദ വിക്രത്തിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന് വിക്രം വന്നിട്ട് ദർശനോട് ചോദിക്കുന്നുണ്ട്, സാർ എന്തിനാ എന്നെ ഈ കേസിൽ നിന്ന് മോചിപ്പിച്ചത് എന്ന് ചോദിക്കും. ആര് പറഞ്ഞ ദർശൻ ഇങ്ങനെ ചെയ്തത്? വേദ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം പറയില്ല എന്നറിയാം. എന്തിനു വേണ്ടിയിട്ടാണ് സാർ എന്നെ രക്ഷിച്ചത് എന്നൊക്കെ ചോദിക്കാട്ടോ. അന്നേരം ദർശൻ പറഞ്ഞിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ എന്നോട് പറഞ്ഞിരിക്കുന്നത് വേദയുടെ അച്ഛനാണ്. അദ്ദേഹം പറഞ്ഞാൽ എനിക്കൊരിക്കലും അനുസരിക്കാതിരിക്കാൻ കഴിയില്ല. എന്നാൽ ദർശന്റെ വാക്ക് കേട്ടുകൊണ്ടതിന് വിക്രം ആകെ ഇങ്ങനെ ഷോക്കേറ്റതുപോലെ നിൽക്കാണ്. അതിനുശേഷം ശങ്കരനാരായണനോടായിട്ട് വിക്രം പോയി ചോദിക്കുന്നുണ്ട്, സാർ എന്തിനാ ദർശൻ സാറിനെ കൊണ്ട് എന്നെ കോടതിയിൽ നിന്ന് രക്ഷിച്ചത്? അന്നേരം ശങ്കരനാരായണൻ ഇങ്ങനെ വിക്രത്തിനോട് പറഞ്ഞിട്ട്, താൻ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. താൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്നും എനിക്ക് മനസ്സിലായി. ആ പെൺകുട്ടിയുടെ അച്ഛൻ എന്നെ വന്ന് കണ്ടിരുന്നു. അതിന് ആ ദ്രോഹിക്ക് ഇങ്ങനെയുള്ള ശിക്ഷ തന്നെ കിട്ടണം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ദർശനെ കൊണ്ട് കേസ് വാദിച്ചിട്ട് നിന്നെ രക്ഷപ്പെടുത്തിയത് എന്നൊക്കെ പറയും. അന്നേരം വിക്രം എന്ത് പറയണമെന്നറിയാതെ ശങ്കരനാരായണനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന് ശങ്കരൻ പറഞ്ഞിട്ട്, താൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. തനിക്ക് നല്ലൊരു മനസ്സുണ്ട്. അതേതായാലും ഉടനെ തന്നെ എന്റെ മകളും തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. ശങ്കരനാരായണൻ അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം കമലമ്മയും രാധയും അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രാധ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ വിക്രം, അവൾ ഒരു ദിവസം നിന്നെ ചതിക്കുമെന്ന്. ഇപ്പൊ നിനക്കത് ബോധ്യപ്പെട്ടില്ലേ? അപ്പോഴേക്കും കമലമ്മ പറഞ്ഞിട്ട്, എന്തൊക്കെ തന്നെ സംഭവിച്ചാലും എന്റെ മോനെ ജയിലിൽ കിടക്കേണ്ടി വന്നില്ലല്ലോ. വാ മോനെ, നമുക്ക് വീട്ടിലേക്ക് പോവാമെന്നൊക്കെ പറഞ്ഞ് വിക്രത്തിനെ കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കാണ്. വേദ ഇതിനെ ഏതായാലും എന്റെ മോൻക്ക് വേണ്ട, അവൾ ഇനി അവളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോട്ടെ എന്നൊക്കെ കമലമ്മ പറയുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട്, നിങ്ങൾ പോയിക്കോ, ഞാൻ വന്നോളാം എന്നൊക്കെ പറയും. വേദയെ കാണുന്ന സമയത്തിന് വർക്ക്ഷോപ്പിലെ വിക്രത്തിന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നുണ്ട്, വിക്രം ഒരു തെറ്റും ചെയ്തില്ല എന്ന് വേദയുടെ അച്ഛൻ ജഡ്ജി സാറിന് മനസ്സിലായി. അതുകൊണ്ടാണ് വിദഗ്ധമായിട്ട് തന്നെ വിക്രത്തിനെ അച്ഛൻ രക്ഷിച്ചത് എന്നൊക്കെ പറയും. വിക്രം ഒരു നല്ലവരാണ് എന്ന കാര്യം വേദക്ക് ഇനിയെങ്കിലും മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരിക്കട്ടോ വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സ് അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ വേദ അവിടെ ഒറ്റക്ക് നിൽക്കുന്ന സമയത്തിന് അഭിലാഷം കൂട്ടിനും വന്നിട്ട് വേദയെ അവിടെ നിന്നും കൊണ്ടുപോകുന്നുണ്ടെന്ന് മാത്രമല്ല വേദയോടായിട്ട് എല്ലാം പറയുന്നുണ്ട്. എന്തിനാണ് വിക്രം അവനെ തല്ലിച്ചതച്ചത്? നിനക്കറിയോ, അവനൊരു പെൺകുട്ടിയെ അവിടെ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചങ്ങ് കൊന്നു. അതിന്റെ ശിക്ഷയായിട്ടാണ് വിക്രം ആ ഒരു പയ്യനെ തല്ലിച്ചതച്ചത്. ഇനി ഞങ്ങൾ ഏതായാലും നിന്നെ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ വന്നിട്ട് നിന്നെ വിക്രം രക്ഷിക്കുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അഭിലാഷിന്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് വേദക്ക് വല്ലാത്ത കുറ്റബോധം തോന്നിപ്പോവാണ്. കാരണം വേദക്ക് മനസ്സിലാവാണ് വിക്രം അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പയ്യനെ തല്ലിച്ചതച്ച് കൊല്ലാരാക്കിയതെന്ന്. വിക്രത്തിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്ന കാര്യം വേദക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തന്റെ അച്ഛൻ ന്യായത്തിന്റെ ഭാഗത്ത് നിന്നത് എന്നുള്ള കാര്യം വേദക്ക് മനസ്സിലാവും. ഏതായാലും ഇത്ര കാലം വിക്രത്തിന്റെ വീട്ടുകാരെയൊക്കെ കുറ്റപ്പെടുത്തി സംസാരിച്ചതിന് വേദക്ക് വല്ലാത്ത കുറ്റബോധം തോന്നിപ്പോവാണ്. അഭിലാഷം കൂട്ടനും തന്നെ പീഡിപ്പിക്കാൻ വേണ്ടി അവിടെ നിന്നിങ്ങനെ ബലമായിട്ട് കൊണ്ടുപോകുന്ന സമയത്തിന് വേദ ഭയങ്കര കരച്ചിലായിരിക്കും. വിക്രം അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്തിന് ഭയങ്കര സങ്കടപ്പെട്ട് വിക്രം വിക്രം എന്നിങ്ങനെ ഉറക്കെ അലറി വിളിക്കുന്നുണ്ടോ വേദ. പക്ഷേ വിക്രം അതൊന്നും തന്നെ കേൾക്കുന്നില്ല. അങ്ങനെ കുറെ ദൂരം വണ്ടി പോകുന്ന സമയത്തിന് വിക്രം പെട്ടെന്ന് വേദയെ കാണാൻ ഇടവരുന്നുണ്ട് എന്ന് മാത്രമല്ല ആ ഒരു വണ്ടി അങ്ങ് തടഞ്ഞിട്ട് അഭിലാഷിനെ കൂട്ടരും അടിച്ചങ്ങ് ഒതുക്കുന്നുണ്ട് വിക്രം. അപ്പോഴേക്കും വേദ ഭയങ്കര സങ്കടപ്പെട്ട് വിഷമിച്ച് വിക്രത്തിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്ന് മാത്രമല്ല വിക്രത്തിനോട് ആദ്യം തന്നെ മാപ്പ് പറയും. സോറി വിക്രം, എനിക്കറിയില്ലായിരുന്നു ആ പെൺകുട്ടിനെ MLA മകൻ ക്രൂരമായിട്ട് പീഡിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് വിക്രം അയാളോട് ഇങ്ങനെ ചെയ്തതെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം വിക്രം. ആ പെൺകുട്ടിനെ ആ പയ്യൻ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊന്നതുകൊണ്ട് മാത്രമാണ് വിക്രം ആ ഒരു പയ്യനോട് അങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അവൻ ചെയ്ത തെറ്റിന് അവനെ തല്ലിച്ചതുക്കില്ല, അവനെ കൊല്ലായിരുന്നു വേണ്ടത് എന്നിങ്ങനെ വേദ പറയുന്ന സമയത്തിന് വിക്രം ഒന്നും മിണ്ടാതെ വേദയത്തിനെ എങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ്